നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് പരിഷ്കാരത്തിനെതിരെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിഷേധം. ഒരു വിഭാഗം ജീവനക്കാർ സർവീസ് നിർത്തിവച്ച് മിന്നൽ സമരം ആരംഭിച്ചത് യാത്രക്കാരെ വലച്ചു. ബസ്സുകൾ സ്റ്റാൻഡിലെ വെയിറ്റിംഗ് സ്റ്റേഷനുകൾക്ക് അഭിമുഖമായി തിരിച്ചിടണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആവശ്യം. സമരം ഭാഗികം. കുന്നംകുളം ചൂണ്ടൽ പന്നിശ്ശേരിയിൽ ക്വാറിയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കൂനംമൂച്ചി സ്വദേശി 23 വയസ്സുള്ള നവീൻ സേവിയർ. ഞായറാഴ്ച വൈകിട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ. സാബിറയുടെ കുടുംബം ഇനി സ്നേഹവീടിന്റെ തണലിൽ. കേരള NGO യൂണിയൻ വാണിയംകുളം കോതയൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് P. മമ്മിക്കുട്ടി MLA. മങ്കര ചെമ്പുകയിൽ മഴയിൽ തകർന്ന വീട്ടിൽ ഭീതിയോടെ ഒരു കുടുംബം. അധികൃതരുടെ കനിവ് കാത്ത് വയോധികയും 8ാം ക്ലാസ്സുകാരനായ കൊച്ചുമകനും. SSLC +2 ജേതാക്കൾക്ക് പ്രോത്സാഹനവുമായി അനുമോദന സദസ്സുകൾ. ദേശമംഗലത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയികൾക്ക് അനുമോദനം. ഷൊർണൂരിൽ DYFI നായാടിക്കുന്ന് യൂണിറ്റിന്റെ വിജയോത്സവം. അനുമോദനത്തോടനുബന്ധിച്ച് തുടർ പഠന മാർഗനിർദ്ദേശവുമായി പ്രത്യേക ക്ലാസുകളും. മങ്കര മഞ്ഞക്കര വേല കമ്മിറ്റിയും SSLC +2 ജേതാക്കളെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് പരിഷ്കാരത്തിനെതിരെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിഷേധം. തിങ്കളാഴ്ച രാവിലെയാണ് ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവച്ച് സമരം ആരംഭിച്ചത്. സമരം ഭാഗികമാണ്. സ്റ്റാൻഡിൽ ബസ്സുകൾ വെയിറ്റിംഗ് സ്റ്റേഷനുകൾക്ക് അഭിമുഖമായി നിർത്തിയിടണമെന്ന പരിഷ്കാരത്തിനെതിരെയാണ് പ്രതിഷേധം. രാവിലെ 10 മണിയോടെയാണ് മിന്നൽ സമരം ആരംഭിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് നിരവധി യാത്രക്കാർ വലഞ്ഞു. കുന്നംകുളം ചൂണ്ടൽ പന്നിശ്ശേരിയിൽ ക്വാറിയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൂനംമൂച്ചി സ്വദേശി 23 വയസ്സുള്ള നവീൻ സേവിയറാണ് മരിച്ചത്. കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ടാണ് യുവാവിനെ ക്വാറിയിൽ കാണാതായത്. പന്നിശ്ശേരിയിലെ ക്വാറിക്ക് സമീപത്ത് കൂട്ടുകാരുമൊത്ത് ഇരിക്കുകയായിരുന്ന നവീൻ നീന്താൻ വേണ്ടി ക്വാറിയിൽ ഇറങ്ങിയപ്പോഴാണ് മുങ്ങിപ്പോയത്. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ക്വാറിയിലേക്ക് ചാടി നവീനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. ഇതേ തുടർന്നാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി 4 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള NGO യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി വാണിയംകുളം കോതയൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. P. മമ്മിക്കുട്ടി MLA ഗുണഭോക്താവായ സാബിറയുടെ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറിയത്. യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. കേരളത്തിലെ ഏറ്റവും സംഘടിതമായ സുശക്തമായ ജീവനക്കാരുടെ സംഘടനയായി നിലനിൽക്കുന്ന ആ സംഘടന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് ആവശ്യകതകൾ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ മേഖല കണ്ടെത്തി ആ മേഖലയിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മാണം നടക്കുന്നത്. ആംബുലൻസിൻ്റെ കാര്യം പറഞ്ഞു, ആരോഗ്യരക്ഷാ പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞു. പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും മഹാമാരി വന്നപ്പോഴും സമൂഹത്തിനുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും തങ്ങളുടെ കൂടി പ്രയാസമാണ് പ്രശ്നമാണ് എന്ന് കണക്കാക്കി NGO യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K. മഹേഷ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ്, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി R. സാജൻ, ജില്ലാ സെക്രട്ടറി K. സന്തോഷ് കുമാർ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഭാസ്കരൻ, KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K. പ്രഭാകരൻ, CPM വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, KP സുധീർ, പഞ്ചായത്ത് അംഗങ്ങളായ VK ജയശ്രീ, V. സിന്ധു, KS മഞ്ജിമ, സുജിത് P. രാജ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. ശിവദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മഴയിൽ തകർന്ന വീടിനകത്ത് ഭീതിയോടെ 2 അംഗ കുടുംബം. മങ്കര ചെമ്മുകയിൽ 72-കാരി മാധവിയും കൊച്ചുമകൻ 8ാം ക്ലാസ്സുകാരനായ ഭൂപതിയുമാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഉൾഭാഗം തകർന്ന വീടിനകത്ത് ഭയത്തോടെ കഴിഞ്ഞു വരുന്നത്. മൺകട്ട കൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് തകർന്നു വീണത്. സംഭവസമയം ശബ്ദം കേട്ട് ഇരുവരും പുറത്തേക്കോടി രക്ഷപ്പെട്ടു. ഇതേ തുടർന്ന് താൽക്കാലികമായി പ്ലാസ്റ്റിക് കവർ കെട്ടിയാണ് അന്തിയുറങ്ങുന്നത്. ചെത്തിത്തേക്കാത്ത വീട് പല ഭാഗത്തും തകർച്ചയിലാണ്. ഏതു സമയവും വീട് നിലം പൊത്താവുന്ന അവസ്ഥയിലുമാണ്.
പട്ടികജാതിയിൽപ്പെട്ട ഇവർ വീടിന് പോലും അപേക്ഷിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എഴുതാൻ പോലും അറിയാത്ത വയോധികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിരുന്നെങ്കിൽ ഇവർക്ക് വീട് ലഭിക്കുമായിരുന്നു. പക്ഷേ അതുപോലും വയോധികയ്ക്ക് അറിയുമായിരുന്നില്ല. രാത്രിയിൽ ഇവർക്ക് അന്തിയുറങ്ങാൻ ഒരു ഇടം വേണം. സുമനസ്സുകൾ സഹായിച്ചാൽ തകർച്ചയിലായ പുരയിൽ തന്നെ അന്തിയുറങ്ങാൻ ഇവർക്ക് സാധിക്കും. എടുത്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞു അവര് മൊബൈലിൽ കൊടുക്കി, എന്നിട്ട് വീട് പാസ്സായി വരുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് മൊബൈലിൽ കൊടുക്കാനും മൊബൈൽ അറിയും കൊടുക്കില്ല. അതാണ് ഇപ്പോഴത്തെ കാര്യം. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിൽ മഴക്കാലം കഴിയുന്നവരെ എനിക്ക് ഇരിക്കണമെങ്കിൽ ഒരു സമുദായം വേണം. എൻ്റെ ഉള്ളിൽ കുട്ടിനെയും കൊണ്ട് ഞാൻ ഇരിക്കണ്ട. ഒരു ദിവസം 2 ദിവസമൊക്കെ അടുത്ത വീട്ടിൽ പോകുമായിരിക്കും. എപ്പോഴും പോകാൻ പറ്റുമോ നമുക്ക്? താൽക്കാലികമായെങ്കിലും വീട് നവീകരിച്ച് കിട്ടിയാൽ മഴക്കാലത്തെങ്കിലും ഈ വീടിനകത്ത് സമാധാനത്തോടെ അന്തിയുറങ്ങാനാകും. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് 2 അംഗ കുടുംബം. ഇതിനായി സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് 2 അംഗ കുടുംബം. ഈ അമ്മ മാത്രം ഒരു മാനും മാത്രം ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇത് വർഷങ്ങളോളമായി ഇങ്ങനെ ഈ രീതിയിൽ കിടക്കുന്നു. പക്ഷെ ആരും ഒരു ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിത് നോക്കുകയും ഞങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിട്ട് തൽക്കാലം ഇവർക്ക് ഇത് ഓടുമേനി കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിനുള്ള ഈ നാട്ടുകാരുടെയും മറ്റു സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. യൂത്ത് കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ PS ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം വായനശാല ഹാളിൽ നടന്ന അനുമോദന സദസ്സിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത്, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് KA അലവി, കോൺഗ്രസ് നേതാക്കളായ K പ്രേമൻ, M മഞ്ജുള, വാർഡ് മെമ്പർമാരായ സലാം, സന്ധ്യ, മുസ്തഫ തലശ്ശേരി, ഷറഫുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജയിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയില്ല. ചില കാരണങ്ങൾ, ഒരു വിഷയം നമുക്ക് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും എഴുതിയെടുക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും 9A+, 10A+ എന്നൊക്കെ പറഞ്ഞാൽ തുല്യമായ ഒരു വിജയമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് 9A+ കിട്ടിയ കുട്ടികളെയും 10A+ കിട്ടിയ കുട്ടികളെയും ഇവിടെ ഈ വേദിയിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അൻവർ സാജിദ്, മിഥുൻ മാധവ്, അബൂബക്കർ, റഫീഖ്, ഫാരിസ്, റിൻഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. DYFI ഷൊർണൂർ നായാടിക്കുന്ന് യൂണിറ്റ് വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. SSLC+2 വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിജയികൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും MK ജയപ്രകാശ് നിർവഹിച്ചു. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിലെ അധ്യാപിക സുമ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. DYFI നായാടിക്കുന്ന് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശാന്തി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് പോൾ, DYFI മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. DYFI യൂണിറ്റ് സെക്രട്ടറി സുജിൻ ദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അതുൽ ബാബുരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര മഞ്ഞക്കര വേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം എഴുത്തുകാരൻ AB ശശി നഗരിപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് കുട്ടികളെ അനുമോദിക്കുക, കുട്ടികളെ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് നിങ്ങൾക്കൊരു നമ്മൾ ചെറിയ കുറ്റിച്ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് പോലെയാണ്. ചെടികൾക്ക് വളരാൻ വേണ്ടിയാണ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്. മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ 3 തരം മനുഷ്യരുണ്ടെന്നാണ് പറയാറ്. ഒരു വിഭാഗം മനുഷ്യരെ വെള്ളാരിങ്കല്ലുകളെ പോലെയാണെന്ന് പറയും. അനുമോദന യോഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ TS റോഷ്നിയെയും ആദരിച്ചു. പരിപാടിയിൽ മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷനായി. വേല കമ്മിറ്റി സെക്രട്ടറി CK ചെന്താമരാക്ഷൻ, ചിറ്റൂർ സർക്കാർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ NS ബ്രിജേഷ്, SV ഹരിദാസൻ, ഡോക്ടർ റോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു. ശിവദാസ് വെള്ളോലിയുടെ നേതൃത്വത്തിൽ സ്റ്റേജ് ഷോയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തരൂർ ഗെയിംസ് ഫെസ്റ്റ് 2024 കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ഫുട്ബോൾ ടീം ജേതാക്കൾ. വിജയികൾക്കുള്ള വിന്നേഴ്സ് ട്രോഫി PP സുമോദ് MLA വിതരണം ചെയ്തു. പെരിങ്ങോട്ടുകുരിശി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ പെരിങ്ങോട്ടുകുരിശി പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി, വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് DC സുരേഷ്,
പഞ്ചായത്ത് അംഗങ്ങളായ രാജകൃഷ്ണൻ, ER രാമദാസ്, KM പ്രമോദ്, അൻസാർ കാസിം, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫൈനൽ മത്സരത്തിൽ കുത്തന്നൂർ ടീമും വടക്കഞ്ചേരി ടീമും തമ്മിലായിരുന്നു മത്സരം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക അവാർഡ് കഥാകൃത്ത് മാനസിക്ക്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നൊമ്പരവും സ്ത്രീപക്ഷ ചിന്തകളുമാണ് മാനസിയുടെ കഥകളിലെ പ്രമേയമെന്ന് മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ S. ശെൽവരാജൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. 25,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്ന അവാർഡ് ജൂൺ 9 നടക്കുന്ന മുണ്ടൂർ കൃഷ്ണൻകുട്ടി അനുസ്മരണ സമ്മേളനത്തിൽ സമ്മാനിക്കും. മഞ്ഞിലെ പക്ഷി, അവസാനമില്ലാത്ത യാത്രകൾ, ഇടിവാളിൻ്റെ തേങ്ങൽ, വെളിച്ചത്തിൻ്റെ താളം എന്നിവയാണ് മാനസിയുടെ പ്രധാന കൃതികൾ. മാനസിയുടെ കൃതികൾ മലയാളത്തിനു പുറമെ ഇംഗ്ലീഷ്, കന്നഡ, മറാത്തി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. CP ചിത്രഭാനു ചെയർമാനായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തതെന്ന് സെൽവരാജൻ പറഞ്ഞു. മഞ്ഞിലെ പക്ഷി, അവസാനമില്ലാത്ത യാത്രകൾ, ഇടിവാളിൻ്റെ തേങ്ങൽ, വെയിലിൻ്റെ താളം, വെളിച്ചത്തിൻ്റെ താളം, സമ്പൂർണ്ണ കഥകൾ എന്നിവയാണ് മാനസിയുടെ പ്രധാന കൃതികൾ. മാനസിയുടെ കഥകൾ ഇംഗ്ലീഷ്, മറാത്തി, കന്നഡ എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവസ്ഥകളുമാണ് മാനസിയുടെ കഥകളിലെ പ്രധാന പ്രമേയം. ട്രസ്റ്റ് അംഗങ്ങളായ M. കാസിം, M. സദാനന്ദൻ, VP ശശികുമാർ, P. രഘുനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് പരിഷ്കാരത്തിനെതിരെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിഷേധം. ഒരു വിഭാഗം ജീവനക്കാർ സർവീസ് നിർത്തിവച്ച് മിന്നൽ സമരം ആരംഭിച്ചത് യാത്രക്കാരെ വലച്ചു. ബസ്സുകൾ സ്റ്റാൻഡിലെ വെയിറ്റിംഗ് സ്റ്റേഷനുകൾക്ക് അഭിമുഖമായി തിരിച്ചിടണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആവശ്യം. സമരം ഭാഗികം. കുന്നംകുളം ചൂണ്ടൽ പന്നിശ്ശേരിയിൽ ക്വാറിയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കൂനമ്മൂച്ചി സ്വദേശി 23 വയസ്സുള്ള നവീൻ സേവിയർ. ഞായറാഴ്ച വൈകിട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ തിരച്ചിൽ. സാബിറയുടെ കുടുംബം ഇനി സ്നേഹവീടിന്റെ തണലിൽ. കേരള NGO യൂണിയൻ വാണിയംകുളം കോതയൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് P. മമ്മിക്കുട്ടി MLA. മങ്കരാജ് ചെമ്പുകയിൽ മഴയിൽ തകർന്ന വീട്ടിൽ ഭീതിയോടെ ഒരു കുടുംബം. അധികൃതരുടെ കനിവുകാത്ത് വയോധികയും 8ാം ക്ലാസ്സുകാരനായ കൊച്ചുമകൻ. SSLC +2 ജേതാക്കൾക്ക് പ്രോത്സാഹനവുമായി അനുമോദന സദസ്സുകൾ. ദേശമംഗലത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയികൾക്ക് അനുമോദനം. ഷൊർണൂരിൽ DYFI നായാടിക്കുന്ന് യൂണിറ്റിന്റെ വിജയോത്സവം. അനുമോദനത്തോടനുബന്ധിച്ച് തുടർ പഠന മാർഗനിർദ്ദേശവുമായി പ്രത്യേക ക്ലാസുകളും. മങ്കര മഞ്ഞക്കര വേല കമ്മിറ്റിയും SSLC +2 ജേതാക്കളെ അനുമോദിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.